മസാലകൾ ഈ രീതിയിൽ അരച്ച് ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈക്ക് നല്ല കോട്ടിംഗ് ഉണ്ട്. അതുപോലെ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻഗ്രീഡിയൻസും അളവുകളും എല്ലാം ചെയ്തെടുക്കുകയാണെങ്കിൽ വെറൈറ്റി ടേസ്റ്റുള്ള, എണ്ണയൊട്ടും കുടിക്കാത്ത നല്ലൊരു ചിക്കൻ ഫ്രൈ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊരു പുതിയ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായി 1.25 കിലോഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, അതുപോലെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം മസ്റ്റായിട്ടും എടുക്കണം, നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. അതുപോലെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതെല്ലാം കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഇതൊന്നുമില്ലെങ്കിൽ ഗരം മസാല ഉപയോഗിച്ചാലും മതി. എന്നാൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫ്രഷായി എടുത്ത് അരച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇനിയും എരിവിനാവശ്യമായിട്ട് കാശ്മീരി റെഡ് ചില്ലി, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക്. ഇനി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായിട്ട് ഞാൻ പറഞ്ഞ 1 ടീസ്പൂൺ തേങ്ങയുടെ അളവ് കൂടുതൽ വേണ്ട. അതുപോലെ ഒരു നാരങ്ങയുടെ ജ്യൂസ്, അതിന് പകരം വിനാഗിരി ഉണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇനിയും അരയ്ക്കാൻ ആവശ്യമായിട്ട് 1/4 കപ്പ് വെള്ളം എല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ അരപ്പ് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണ് റൈസ് ഫ്ലോർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കൂടെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അരപ്പ് കുറച്ച് ലൂസാകണം. അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പ് ഈ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം. ഒത്തിരി തിക്കുമാകരുത്, ഒത്തിരി ലൂസുമാകരുത്. ഇനിയും ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും മസാല പുരളത്തക്കവണ്ണം ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തും മസാല ആയതിനു ശേഷം 1 മണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കണം. മിനിമം 1 മണിക്കൂർ, കൂടുതൽ നേരം വേണേലും വെക്കാം, പക്ഷെ മിനിമം 1 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. അതുപോലെ ചിക്കൻ പീസസ് ഓയിൽ ഇടുന്നതിന് മുമ്പ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഓയിൽ നന്നായി ചൂടായിട്ട് ചിക്കൻ പീസസ് ഇടാവൂ. അത് മനസ്സിലാക്കാനായി ചെറിയൊരു പീസ് എടുത്ത് എണ്ണയിലിട്ട് നോക്കണം. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. നന്നായി ചൂടായ എണ്ണയിൽ ചിക്കൻ പീസസ് ഇട്ടാൽ അതിലൊട്ടും എണ്ണ പിടിക്കുകയില്ല, നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നും ഇടുക. ഫ്ലെയിം ഹൈയിൽ തന്നെ ഇടുക, പെട്ടെന്ന് കുറയ്ക്കരുത്. ഇങ്ങനെ എല്ലാ പീസസും ഇട്ടതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യരുത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അത് കുറച്ച് ഫ്രൈ ആയിട്ടേ ഇളക്കാവൂ. എണ്ണ കുറവാണെങ്കിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കുക. കറിവേപ്പില ക്രിസ്പി ആയിട്ട് കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇവിടെ നല്ല ടേസ്റ്റിയും ക്രഞ്ചിയും ജ്യൂസിയുമായ ചിക്കൻ ഫ്രൈ തയ്യാറായി. നല്ല കോട്ടിങ്ങോട് കൂടിയതും പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഈ മസാലക്കൂട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാം. എന്നും ഒരേ രീതിയിൽ ചിക്കൻ കഴിക്കാതെ വല്ലപ്പോഴുമൊക്കെ അതിൻ്റെ മസാലകൾ മാറ്റി നോക്കുന്നത് നല്ലതാണ്. ഇത് നല്ലൊരു മസാലയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല